ഓണപ്പൂവേ പൂവേ പൂവേ ഞെട്ടിപ്പോയില്ല. വീണ്ടും ഒരു ഓണം കൂടെ വന്നു അല്ലേ? അതെ. ഈ ഓണം എന്ന് പറയുമ്പോൾ വിനിഷയ്ക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നു. ഓണം എന്ന് പറയുമ്പോ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഓണസദ്യയും പൂക്കളവും പിന്നെന്തുവാ വള്ളങ്ങളിലേക്കാണ്. എന്നാൽ അതല്ലാതെ ഒന്ന് ചിന്തിച്ചാൽ ഈ കാലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അവധിക്കാലം. നമുക്കിപ്പോ ഒരു വെക്കേഷൻ ഒക്കെ കിട്ടുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കൂടെ ഒക്കെ കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ചില്ല് ചെയ്യാനൊക്കെ പറ്റും. യെസ്, എക്സാക്ട്ലി. അപ്പോൾ ഈ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചില്ല് ചെയ്യാൻ ഈ ഓണക്കാലത്ത് പറ്റിയ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്താൻ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് സ്പെഷ്യലാണ്. അതായത് ഇതൊരു ഐലൻഡാണ്. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. അഡ്വഞ്ചറൊക്കെ ഇഷ്ടമാണ്. അതെ അതെ. എങ്കിൽ മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഓണം സ്പെഷ്യൽ ഹാപ്പി ഡെസ്റ്റിനേഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഐലൻഡിലേക്കാണ്. ഐലൻഡ് ദി കൊച്ചി. പോവാം. പിന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, വണ്ടിയിലോ കാറിലോ ട്രെയിനിലോ അല്ല നമ്മൾ പോകുന്നത്, ബോട്ടിലാണ്. ചലോ. ഫിനിഷ, ഈ ബോട്ടിൽ പോകുന്നതിന്റെ എക്സ്പീരിയൻസ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഇല്ല, ശരിക്കും നമ്മളിപ്പോൾ ഒരു റിസോർട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിലേക്ക് കൂടെ നമ്മൾ കാറിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇതിന്റെ പ്രത്യേകത തന്നെയാണ്. സാധാരണ നമ്മൾ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ബോട്ടിംഗ് സംഘടിപ്പിക്കും. ഇത് ഫ്രീയാ. ഇനി ബോട്ടിംഗ് അവിടെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ബോട്ടിംഗ് ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. എന്താ പറയാ, ഇപ്പൊ നമ്മൾ അവിടെ ചെല്ലുന്നത് വരെ നമുക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാം. എന്തെങ്കിലും ഒരു ആകാംക്ഷ ഉണ്ടോ അവിടെ ചെല്ലുമ്പോ എങ്ങനെയായിരിക്കും? അതുണ്ട്. നമ്മൾ കാര്യം ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പോവല്ലേ, ഇപ്പൊ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്ന് കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. ഏതായാലും ഇതുവരെ വളരെ വളരെ ശരിയാണ്. ഓക്കെ, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫ്രീ ബോട്ടിംഗ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇപ്പൊ ശരിക്കും മറ്റേ പാട്ടല്ലേ ഓർമ്മ വരുന്നേ? ഏത് പാട്ട്? കായലിൽ വീട് കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാം. ആ ചേട്ടൻ അവിടെ കോരിയെടുക്കുന്നത് അത് മീൻ വലയിടുന്നു. വള്ളവും വലയും കൊള്ളാല്ലേ? ഈ ബ്രിഡ്ജ് എങ്ങോട്ടാ പോകുന്നത്? നല്ല ഐഡിയ ഉണ്ടോ? ഇല്ല, എവിടേക്കാ പോണേ? എനിക്കൊരു ഐഡിയ ഇല്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അത്രേ ഉള്ളല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് എന്താ പരിപാടി? നമ്മളിനി അവിടെ ചെന്നിട്ട് ആ റിസോർട്ട് എങ്ങനെയാണെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കും. വാങ്ങിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് ആക്ച്വലി. ഓക്കേ, വെരി ഗുഡ്. അതെ, നമ്മൾ വാങ്ങണല്ലോ. നമ്മളിങ്ങനെയൊക്കെ അല്പം നേരം ശങ്കർദാസ് ആവാം. യെസ്, ഓഫ് കോഴ്സ്, നമുക്ക് ശങ്കർദാസ് ആവാം. അപ്പൊ ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തല്ലേ? ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ടുള്ള യാത്ര നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ അത് അത്രയും ഭംഗിയായിരുന്നു. അതെ, അറിഞ്ഞില്ല കേട്ടോ, സമയം പോയി അറിഞ്ഞില്ല. കുറച്ച് ദൂരം കൂടെ ഉണ്ടായിരുന്നെങ്കിലും സത്യം പറഞ്ഞാൽ കൊതിച്ചു പോയി. അതെ അതെ. അത് ആ ബ്രിഡ്ജ് ആണെങ്കിൽ ചെറിയ ഫ്ലോട്ടിംഗ് ആണ്. പേടിക്കരുത്, ചവിട്ടുമെങ്കിൽ. എനിക്ക് പേടിയൊന്നുമില്ല. മോഹിനിയാട്ടം കളിക്കും. ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ല? ഇല്ല. പക്ഷെ അജീഷേട്ടൻ ഫസ്റ്റ് ഇറങ്ങിക്കോ. രക്ഷപ്പെട്ടെ. ശരിക്കും ഞാനിപ്പം വർഷങ്ങളായിട്ടോ ഊഞ്ഞാലിങ്ങനെ ആടിയിട്ട്. അതെ, റീൽസ് എടുക്കാനും ഓണ ഷൂട്ടിനും ഒക്കെ പറ്റിയ ലൊക്കേഷൻ ആട്ടോ ഇത്. ഒന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാ ഊഞ്ഞാലാടുന്ന ഒരു ശരിക്കും നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ മൈൻഡ് ഭയങ്കര കാമാകും. ഈ ഒരു സ്ക്രിപ്റ്റും ഒരു കവിതയൊക്കെ എഴുതുന്നവരാണെങ്കിൽ പിന്നെ നമുക്ക് പറയേ വേണ്ട. അവർക്ക് ഇങ്ങനെ ഓർമ്മകളൊക്കെ അയവിറക്കാൻ വേറൊരു സ്ഥലം വേണ്ട. ശരിക്കും ഭയങ്കര നൊസ്റ്റു അടിക്കുന്നു കേട്ടോ. ശരിക്കും നൊസ്റ്റു അടിച്ചതോ പഴയ കാമുകിയുമായി? വെള്ളം കാണുമ്പോൾ ഒരു ഓളമാണല്ലോ. അതെല്ലേ, ഓണക്കാലവും മനസ്സിലായി. അത് നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് സംഭവം. ഇത്
നമുക്കിപ്പോ ഒരു വഞ്ചിയിൽ ഇരുന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പോകുന്ന ഒരു ഫീൽ കിട്ടിയാ ശരിക്കും ഇവിടെ വരുന്നവർക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സെറ്റപ്പാണ്. പായ്ക്കപ്പൽ എന്ന് വേണേ പറയാം അല്ലേ? അതെ അതെ, നമുക്കൊരു കപ്പലിലേക്ക് ഫീൽ ചെയ്യും. പക്ഷെ കൊച്ചിയില് ഇങ്ങനെ ഇങ്ങനെ മാറി ഇത്രയും ഒതുങ്ങിയ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഉറപ്പായിട്ടും. അതായത് ഇവിടുന്ന് ഒരു 15-20 മിനിറ്റോ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെട്രോ നഗരത്തിലേക്ക് എത്തും. ഓക്കെ, അവിടുന്ന് നേരെ ഈ പറഞ്ഞ പോലെ 20 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റർലി ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ ഫീലൊക്കെ തരുന്ന വളരെ ശാന്തിയും സമാധാനവും ഒക്കെ എല്ലാം മറന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ശരിക്കും പറഞ്ഞത് ഇതിനകത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട്. അത് ചെരുപ്പൊക്കെ ഊരിയിട്ട് കാല് രണ്ടും ഈ വെള്ളത്തിലേക്ക് ഇട്ടിരുന്നാൽ ഗപ്പികൾ വന്ന് നൈസായിട്ട് നമ്മുടെ കാലൊക്കെ അതിനൊരു പേര് പറയില്ല, എന്താ പറയാ, പെഡിക്യൂറോ നോക്കി നമ്മുടെ കാലിന് ചെയ്യണം. ഓക്കെ, പെഡിക്യൂറോ ഏതാണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ സംഭവം കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടും. പക്ഷെ നല്ല ആംബിയൻസ് ആണ്. ഇതൊക്കെ ചെറുതാണ്, ഇതൊന്നും മാത്രമല്ല. ഇനി നമ്മൾ നൈറ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോഴത്തേക്കുള്ള വൈബൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ. നൈറ്റിൽ എങ്ങനെ നമുക്ക് വൈബ് ചെയ്യാന്നുള്ളത് നമുക്ക് അകത്തേക്ക് പോയി കാണാം. അജീഷേട്ടാ, മഴ തുടങ്ങിയിട്ടുണ്ട്. ശരിയാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, അകത്തേക്ക് പോവാം. ഓടുവോ നടക്കുവോ? നമുക്ക് ഓടാനുള്ള മഴയില്ല, നമുക്കൊന്ന് ഇച്ചിരി സ്പീഡിൽ നടക്കാം. ഞാൻ ഫസ്റ്റ് ഞാൻ ഒരുമിച്ച് നടക്കാം. നല്ല മഴയുണ്ടല്ലേ? മഴയുണ്ട്, അത്യാവശ്യം ചാറ്റൽ മഴയുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും മഴയുണ്ടെന്ന്. ഇതിനകത്തോട്ട് കയറിയപ്പോൾ നല്ല കൂളിംഗ് ഉണ്ട്. എന്താ കാര്യം? അതിവിടെ AC ഉള്ളതുകൊണ്ട്. അതിനൊക്കെ ബുദ്ധിയുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് 140ഓളം പേർക്ക് നമുക്കിവിടെ ഇരിക്കാനും കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള സ്പേസ് ആണ്. സ്റ്റേജ് ഒക്കെ ഉണ്ട്. യെസ്, വിശാലമായ സംഭവമാണ് ഇത്. ഇവിടെ നമുക്ക് കുറച്ചേരം ഇരുന്നല്ലോ. പിന്നെ നമ്മൾ മാത്രം ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരാൾ വേണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ മഷീട്ട് നോക്കുമ്പോൾ തെളിയുന്നുണ്ട് ഒരാളുടെ മുഖം തെളിയുന്നുണ്ട്. നമുക്ക് ആളെ വിളിക്കാം. വിളിക്കാം. ദേ കാണ്. കാണിക്കാം. Come on. Yes bro. Hi. Thank you. അപ്പോൾ ഹാപ്പി ഡെസ്റ്റിനേഷനിലൂടെ നമ്മൾ നിർത്തിയിരിക്കുന്ന ഐലൻഡ് ഡി കൊച്ചിൻ. അപ്പോൾ അതിപ്പോൾ നോക്കി നടത്തുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് ഇത് തലമുറ കൈമാറി വന്നേക്കാണെന്നാണ് ഞാൻ കേട്ടത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആദ്യം ആളെ പരിചയപ്പെടാം. പേര് പറയൂ. ജോൺ തോമസ്. ഓക്കെ, വെൽക്കം. താങ്ക് യു സോ മച്ച്. നല്ല വൈബ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട്. ശരിക്കും ടൗണിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു സമാധാനം. അപ്പോൾ ഒരു ചെറിയ പ്രായത്തിലെ തന്നെ ഒരു നല്ല ബിസിനസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? സോ ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഗ്രാൻഡ് ഫാദർ പണ്ടൊരു ബിസിനസ്സിനകത്തായിരുന്നു. അപ്പോൾ ആളുടെ ഒരു റെക്രിയേഷണൽ സ്പേസ് ആയിരുന്നു, ആളുടെ ഒരു ഫാം ആയിരുന്നു ഇത്. അതിനുശേഷം എൻ്റെ ഫാദറിനകത്തോട്ട് കൈമാറി. പിന്നെ എൻ്റെ ഫാദർ ഇത് കൺവേർട്ട് ചെയ്ത് പഴയ ഫാം കൺവേർട്ട് ചെയ്ത് ഒരു പാർട്ടി ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റി. അപ്പോൾ ആള് നിയർലി ഒരു 30 years ആയിട്ട് ഈ ബിസിനസ്സിനകത്ത് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി, ഞാൻ മാഞ്ചസ്റ്ററിനകത്തായിരുന്നു, UK-ലായിരുന്നു. ഞാൻ അവിടെ ഈ സെയിം ഫീൽഡിനകത്തായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഫാമിലി ബിസിനസ്സിനകത്തോട്ട് കടന്നുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ഇപ്പൊ ഞാനാണ് നോക്കി നടത്തുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റിന്റെ അടുത്താണെങ്കിലും സിറ്റിന്റെ ഒരു റഷോ സൗണ്ടോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഐലൻഡ് ആണ്. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്ന സംഭവം. തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പേസ് വേണം നമ്മൾ ആലപ്പുഴ സൈഡൊക്കെ പോകണം. ആലപ്പി സൈഡിലേക്ക് ശരിക്കും ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത ഒരു ആലപ്പി കുട്ടനാട് അല്ലേ, ആ ഒരു ഫീലാണ്. 20 മിനിറ്റ്സിൽ യാത്ര ചെയ്ത് വരാൻ, തിരിച്ച് വീട്ടിൽ പോകാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതിപ്പോൾ എത്ര നാളായി ജോണിന്റെ കയ്യിൽ കിട്ടി? ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 4 to 5 years ആയിട്ട് നോക്കി നടത്തുകയാണ്. നമ്മൾ മെയിനായിട്ട് ഹോസ്റ്റ് ചെയ്യാറുള്ളത് ഇവന്റ്സ്, നമ്മുടെ വെഡിങ്സ്, ബാച്ചിലേഴ്സ് പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, പിന്നെ ഇപ്പോൾ മെയിനായിട്ടുള്ളത് ഓണം സെലിബ്രേഷൻ. ഇപ്പോൾ നമ്മൾ ഓണം സെലിബ്രേഷൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നു. ഇപ്പം എന്തുകൊണ്ട് ആൾക്കാർ ഇവിടേക്ക് വരണമെന്നുള്ളൊരു 3 കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് പറയാം? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ സിറ്റീൻ്റെ അടുത്ത് ഒരു 15 minutes നീങ്ങിയിട്ടുള്ള ഒരു ഐലൻഡാണ്. എന്നാൽ സിറ്റീൻ്റെ ഒരു റഷോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ബാക്കി ഏത് ഹോട്ടലിനകത്ത് പോയിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ 11 o'clock 12 o'clock കഴിയുമ്പോൾ സൗണ്ട് റെസ്ട്രിക്ഷൻസ്. മനസ്സിലായി. ഇവിടെ നമ്മൾ ആ ഒരു പ്രശ്നമില്ല. ഈ ഒരു ഐലൻഡിനകത്ത് ഇപ്പോൾ സത്യത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ നെയ്ബേഴ്സോ കാര്യങ്ങളോ ആരുമില്ല. ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഫ്രീഡം, എക്സാക്ട്ലി. ഒരു മനുഷ്യന് വേണ്ട അതാണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ ടൂറൊക്കെ വരുന്നത്. നമ്മൾ ടൂറൊക്കെ വന്നിട്ട് 10 മണിയാകുമ്പോഴത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം, സൗണ്ട് ഓഫ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യം കേട്ടോ. അതൊരു ഏറ്റവും വലിയ ഒരു
എക്സാക്ട്. ഞാൻ ചോദിച്ച 3 കാര്യങ്ങൾ അത് എടുത്തു പറയേണ്ടതാണ്. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡെക്കോർ ഓർ ഫുഡ്. പല ഹോട്ടൽസിനകത്തും റിസോർട്ട്സിനകത്തും അവരുടെ തന്നെ ഫുഡ് ആൻഡ് ഡെക്കോർ ചെയ്യണമെന്നാണ്. നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. കസ്റ്റമേഴ്സിന് അവരുടേതായിട്ടുള്ള ഫുഡ് കൊണ്ടുവരാം, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ വിത്ത് ഡെക്കോർ, അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഡെക്കോർ, അവർക്ക് ഫാമിലി ആയിട്ട് തന്നെ ഡെക്കോർ ചെയ്യണം, എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ മെയിൻ ഹൈലൈറ്റ് ഞങ്ങളുടെ ഫ്രീഡം എന്നുള്ളൊരു സംഭവം തന്നെയാണ്. ഐലൻഡ് ടു യുവർ സെൽഫ് എന്നാണ് നമ്മുടെ ടാഗ് ലൈൻ. ഓക്കെ. ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് 2 ബോട്ടുകളാണ് അല്ലേ? നമ്മൾ 2 ബോട്ടുകളാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ കൂടുതൽ ആൾക്കാർ വരുമ്പോഴത്തേക്കും നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യും. എത്ര പേരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ബോട്ടുണ്ട്. ലാൻഡ് ചെയ്യാൻ 2 പോയിന്റ് ഉണ്ട്. 2 പോയിന്റ്സ് ഉണ്ട്. പിക്കപ്പിന് നമ്മുടെ പോയിന്റ് വരുന്നത് മുളവുകാടാണ്. എന്നാൽ മറൈൻ ഡ്രൈവിൽ നിന്ന് നമുക്ക് ബോട്ട്സ് ഹയർ ചെയ്ത് മറൈൻ ഡ്രൈവ് ത്രൂവും വരാം. അങ്ങനെ ബോട്ട് വരാണല്ലോ. അതെ. അവിടെ വരുമ്പോഴത്തേക്കും ഒരു 20 മിനിറ്റ്സ് ബോട്ട് റൈഡ് ഉണ്ടെന്ന് പറയാം. പക്ഷേ അത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു ബോട്ട് റൈഡാണ്. ഓക്കെ. അങ്ങനെ വരാറുണ്ട് ആൾക്കാരെ? തീർച്ചയായിട്ടും വരാറുണ്ട്. ഇനി ഇതിനകത്തെ ഫെസിലിറ്റീസ്, ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ഹാളിന്റെ പ്രത്യേകത എന്ന് പറയാമോ? പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു 140 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. എന്നും പറഞ്ഞാൽ നമ്മൾ ഒരു 200 ഗസ്റ്റിന് വരെ നമുക്ക് ഇവന്റ് നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നല്ല സൗണ്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് മൈക്രോഫോൺസും ബാക്കി കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സാക്ട്ലി. അതെ. അതാണ് ഒരു വലിയ കാര്യം. ഇത് എയർ കണ്ടീഷൻഡ് ആണ്. എയർ കണ്ടീഷൻ. യെസ്. ഓക്കെ. ഇനി വേറെ എന്താണ് നമുക്ക് ഹൈലൈറ്റ്? ഇപ്പോൾ ഹാളിൽ നമുക്ക് കുറേ പ്രോഗ്രാംസ് ഒക്കെ നടത്താം. അതിനുശേഷം ഇതല്ലാണ്ടുള്ളൊരു നമ്മുടെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഒരു DJ ഹാളാണ്. DJ ഹാളുണ്ട് കാണാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ DJ ഹാളിലേക്ക് ഇരിക്കാം, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ DJ ആ ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടല്ലേ? അതെ. കംപ്ലീറ്റ് ഒരു പ്രൈവസിയാണ്. ആൻഡ് ഓൾസോ വേണ്ട DJ ലൈറ്റ്സും സൗണ്ട് സിസ്റ്റം എല്ലാം നമ്മൾ എക്യൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഗസ്റ്റ് കൊടുക്കുന്നത്. ഒരു DJ വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ഒരു ഡെക്ക് മാത്രം കണക്ട് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അവരുടെ തന്നെ ഫോൺ കണക്ട് ചെയ്ത് പാട്ട് പ്ലേ ചെയ്യാം. വരുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിന് പ്ലേ ചെയ്യാം. ഓക്കെ. ഇതിപ്പം അഡീഷണൽ ആയിട്ട് ഇപ്പം ഈ ഇടക്കാലത്ത് അങ്ങനെ സെറ്റ് ചെയ്തതാണ്? ബ്രോയുടെ കയ്യിലേക്ക് ഇതിന്റെ ഇത് വന്നതിന് ശേഷം സെറ്റ് ചെയ്തതാണ്? അതുപോലെ തോന്നുമെങ്കിൽ എന്റെ ഫാദറായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത ആളൊരു പാർട്ടി മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ചെയ്തെടുത്തതാണ്. അന്നേ ഉള്ളതാണല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല? ഒന്നുമില്ല. നമുക്ക് സൗണ്ട് റെസ്ട്രിക്ഷൻ ഇല്ല. കാരണം മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഐലൻഡ് ആണ്, നമുക്ക് നെയ്ബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് റെസ്ട്രിക്ഷൻ ഇല്ല. ആൻഡ് മെയിൻ ആയിട്ട് ആ ഒരു ഫ്രീഡം, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാക്കി ഒരു ഹോട്ടലിനകത്ത് വരുന്നെങ്കിൽ ആ ഒരു ഫ്രീഡം കിട്ടും. ടൈമിന്റെയും പ്രശ്നമൊന്നുമില്ല? ഇല്ല. ഒരു കുഴപ്പമില്ല. DJs നമ്മൾ പ്രൊവൈഡ് ചെയ്യോ? 2 രീതിയിലും ചെയ്യാറുണ്ട്. കസ്റ്റമേഴ്സ് ചിലർക്ക് അവരുടേതായിട്ടുള്ള പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു DJ ഉണ്ടാവും ഉള്ളിന്. അപ്പോൾ അവർക്ക് അവരുടെ DJനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡെക്ക് മാത്രം കൊണ്ടുവന്നാൽ മതി. സ്പീക്കേഴ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ഒരാളില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനകത്ത് വെൻഡേഴ്സ് ഉണ്ട്, അവർ വന്ന് പ്ലേ ചെയ്ത് തരും ഇഷ്ടമുള്ള മ്യൂസിക് പറഞ്ഞാൽ. ഫ്രീസസും കാര്യങ്ങളാണ്. ഡ്രിങ്ക്സ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ് വല്ലതും ചില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ചില്ല് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. എനിക്കിഷ്ടമായി. നമ്മൾ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഇവിടെ മിനിമം എത്ര പേർക്ക് വരാൻ പറ്റും? മിനിമം 30 പാക്സ്. നമുക്ക് മാക്സിമം 200 പേര് വരെ പറ്റും. ഈ ഒരു ഹാളിനകത്താണെങ്കിൽ പാർട്ടി ചെയ്യാനായിട്ടാണ് നമുക്കൊരു 50 to 80 ഗസ്റ്റിന് വരെ ഡാൻസ് കളിക്കാൻ പറ്റിയ ഡാൻസ് ഫ്ലോർ ആണ്. ഈ ഒരു 80 പേർക്ക് വരെ നമുക്ക് ഇതിനകത്ത് അടിച്ചു പൊളിക്കാം. അതാണ്. ഇപ്പം അവിടെ നിന്ന് നമുക്ക് ഡാൻസ് കളിച്ച് തളരുമ്പോൾ ഇവിടെ ഇരുന്ന് കാണാം. അതെ, എന്നെ പോലുള്ളവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാം. അതെ. അല്ല, അജീഷേട്ട ഇതിനു മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഇത്രയും എല്ലാ ഫെസിലിറ്റീസും കൂടി ഒരുമിച്ച് വരുന്ന? DJ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ക്യാമ്പ് ഫയർ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ രണ്ടും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. DJയില് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കാണുന്നത്. DJ ഉണ്ട്. ധൈര്യമായിട്ട് വരിക. മെയിനായിട്ട് പറയാൻ എന്താ അറിയോ, മനസ്സിൽ ഭയങ്കര സമാധാനമുണ്ട്. അതെ, ഭയങ്കര സമാധാനമുണ്ട്. ചുറ്റും വെള്ളമൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. നിങ്ങൾ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് പിന്നെ ഈ DJ ഇത് എത്ര നാളായി DJയുടെ ഇതൊക്കെ തുടങ്ങി? ആദ്യം പോലെ ഉണ്ടോ? അച്ഛനും പോലെ ഉണ്ടോ? ഇല്ല. ഫാദർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 15 years ആയിട്ട് ഈ ഒരു രീതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. അതിനു മുമ്പ് ഒരു ഫാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫാമിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ബാങ്കറ്റ് ഹാളും DJ ഹാളൊക്കെ ആക്കി മാറ്റിയിരിക്കുന്നത്. ഇനി ജോൺ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഫ്യൂച്ചറിൽ? തീർച്ചയായിട്ടും മനസ്സിനകത്ത് പല ഐഡിയാസും ഉണ്ട്. പുറത്തുള്ള പല ഐഡിയാസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ സ്ലോലി 1 by 1 ആയിട്ട് ഓവർ ദി ഇയേഴ്സ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. ഓരോ ഇയേഴ്സിലും ഓരോ രീതിയിൽ ചേഞ്ച് വരുന്നുണ്ട്. ഓരോരോ ഇനി ഇതിലും വലുതൊക്കെ പ്രതീക്ഷിക്കാം. എക്സാക്ട്ലി. അതെ. നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് എന്താണ്? ഫുഡാണ്.
വിശന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഫുഡ് എത്തുന്നത് നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു IAS കാരനാണ് അതിന്റെ അമരക്കാരൻ. ഓക്കെ, ഒരു IAS ഇതിൽ നിന്ന് ആള് ഒരു ഫുഡിന്റെ ഇതിലേക്ക് ഒരു എത്രത്തോളം പാഷൻ ഉണ്ട് എന്നുള്ളത് അറിയാം. അത് നമ്മുടെ ചാനലിൽ തന്നെ ഇന്റർവ്യൂ കിടപ്പുണ്ട്. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്നുള്ളത്. മായം കലരാത്ത വളരെ ഓർഗാനിക് ആയിട്ടുള്ള കിടിലൻ ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു കണക്ഷൻ എങ്ങനെ മീനിയായിട്ട്? ഫാദറിന്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ഈ IAS ഓഫീസർ. അപ്പോൾ പിന്നെ അതിന് മാത്രം ഫ്രണ്ട് ആയതുകൊണ്ടേക്കാളും കൂടുതൽ അവിടെ തന്നെ ഫുഡിന്റെ ക്വാളിറ്റി ഞങ്ങൾ ഇവിടെ 1-2 തവണ അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിനകത്ത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ നല്ല റിവ്യൂ ആണ്. അതിനുശേഷം നമ്മൾ ഓരോ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വന്ന് കഴിച്ച പലരും ഇപ്പൊ അവിടുത്തെ സ്ഥിര കസ്റ്റമറായി മാറി. അപ്പൊ അതുകൊണ്ടാണ് നല്ല ഫുഡാണ്. അതെ 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 എല്ലാരും കഴിച്ചു, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് കഴിച്ചു. അതെ, ഇന്ന് ഞാൻ കഴിച്ചിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്ക് അന്നമാണ്. അതെ അതെ. ഒരു ഐഡിയ ഇല്ല. ഞാനൊരു കാര്യം പറയാം, ഈ സെഗ്മെന്റ് ഞാൻ ആങ്കർ ചെയ്യുന്നില്ല. ഞാൻ കഴിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ അത് അങ്ങോട്ട് പറയാൻ വന്നു. ഞാനത് ആദ്യം പറഞ്ഞു, ലേഡീസ് ഫസ്റ്റ്. ഓക്കെ, എന്നാ ഒരു കാര്യം കഴിച്ചിട്ട് സംസാരിച്ചാലോ? കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഇത് മീമി എന്ന് പറഞ്ഞാൽ അറിയോ? മീമി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് മീമി എന്ന് പറഞ്ഞാൽ എന്താ? മീൻ നമ്മുടെ നാട്ടിലൊക്കെ മീമി എന്ന് പറയാറുണ്ട്. അപ്പൊ മീമി എന്ന് കൊണ്ടുവന്ന മീമിയാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല ക്രാബ് ഉണ്ട്. ഓക്കെ, ഇതാണ് വരാല്. വരാല് ഫ്രൈ ചെയ്തതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ സെഗ്മെന്റ് ഞാൻ ആങ്കർ ചെയ്തില്ല. എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അതെ, ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യും. എവിടെ ചോറ് തരും? അതെ, ചോറ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. കഴിച്ചിട്ട് പോവാം. അപ്പോൾ വേണം ജസ്റ്റ് നമ്മുടെ മീമിയിലെ കുറച്ച് വിഭവങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അവിടെ നിന്ന് തുടങ്ങിക്കും. ഇത് സാമ്പാർ ഉണ്ട്. പിന്നെ ഇത് കൊഞ്ച്. പ്രോൺസ് ആണ്. പ്രോൺസിന്റെ റോസ്റ്റ് ആണ്. ഇത് കരിമീൻ എന്താ പറയുക, കരിമീൻ റോസ്റ്റ്. ഇത് വരാല് പൊള്ളിച്ചത്. അതുപോലെ തന്നെ ഇതേ കരിമീൻ കറി ഉണ്ട് കേട്ടോ. കരിമീൻ കറി ഉണ്ട്. ഇതെന്താ സംഭവം? വെജ് കറി. എല്ലാത്തിനെയും കൂടി വെജ് വേണം. ഇത് ക്രാബാണ്. ഞണ്ട്. ഇത് പരിപ്പാണോ? ലൈക്ക് എന്തോ വെജ് ഒഴിക്കാൻ പറ്റിയൊരു കറി. പരിപ്പൊന്നും പപ്പടമില്ലേ? പപ്പടമില്ലേ? പപ്പടം ഇല്ലാതെ പപ്പടത്തിൽ ഞങ്ങൾ അടി ഉണ്ടാക്കുക അറിയാലോ. മസ്റ്റാണ്. ബാക്കി വാ. ഇത് നല്ല ചെറിയ എന്താ പറയാ, കൊഴുവയാണ്. അതായത് നമ്മുടെ അവിടെ ചൂടാന്ന് പറയും, നത്തോലി എന്ന് പറയും. ഓക്കെ, അതിന്റെ ചെറുതാണ്. പിന്നെ ഇത് കക്ക ഫ്രൈ ആണ്. അതുപോലെ തന്നെ ഇടിച്ചത് ചമ്മന്തി. ആ ചമ്മന്തിയെ കണ്ടിട്ട് എന്താ കളർഫുൾ അല്ലേ? അത് ഇവനെ ആരും എന്താ പരിചയപ്പെടുത്താത്ത? നോക്ക്, ഇത് ബീഫ്. ഈ ബീഫിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അതായത് ഈ ബീഫ് വരുന്നത് ഇവിടുന്നല്ല, വയനാട് നിന്നാണ്. നമ്മുടെ പാഷധാരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ടേസ്റ്റ് ഒരല്പം കൂടുതലാണ്. അപ്പോൾ ഇത് ഇറക്കുമതി ചെയ്യുന്ന ബീഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി സംസാരം ഒന്നുമില്ല, കഴിച്ചു തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഐലൻഡ് ഡി കൊച്ചിനിൽ വരുന്നവർക്ക് ഇവിടുത്തെ ആംബിയൻസ് മാത്രമല്ല, ഫുഡും കിടിലമാണ്. ഫുഡ് സൂപ്പറാണ്, അത് ഗ്യാരണ്ടിയാണ്. ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ കഴിച്ചു തുടങ്ങുകയാണ്. ഓരോന്നും ഒന്നിനൊന്ന് ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പറ അരിയുടെ ചോറ് കഴിക്കാം. ഓക്കെ,
ഒരു ചുറ്റി കിട്ടുമോ? പക്ഷെ നമ്മളിത് ചുറ്റികയായിട്ടാണ് ഇരിക്കാറ്. ഞങ്ങൾക്ക് അങ്ങനെ ആ ചെറിയ ചുറ്റിക ഉണ്ടാവും. അപ്പോൾ തമാശയല്ല. അല്ല, സീരിയസ്ലി ഞാൻ പറഞ്ഞാ. ഓ, അപ്പോൾ ഇങ്ങനെ തട്ടി പൊട്ടിച്ചിട്ട് തരും നമുക്ക്, വീട്ടിലിങ്ങനെ ചെയ്തു തരും. അപ്പോൾ പല്ലിന് അത്ര ബലമില്ലല്ലേ? ഇല്ല, അതുകൊണ്ടാ. എന്നാ അതേ കണ്ടോ, ഒന്നീ പല്ല് അല്ലെങ്കിൽ ഇത് പോവാം. പോവാം. അമ്മ. എന്താ പരിപാടി? ഹോക്കി കളിച്ചാലോ? ഹോക്കിയോ? ആ, ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോൾ. ഓക്കെ. അപ്പോൾ ബാസ്കറ്റ്ബോളിനെ കുറിച്ച് അറിയാം. ഞാൻ 1997 ലണ്ടനിൽ ഒരു മാച്ച് ഉണ്ടായിരുന്നു. ആഹാ. അതിനുശേഷം പിന്നെ ഇവിടെ ഇറങ്ങുന്നത്. രണ്ടുപേരുടെ പേര് പറ. ഏത് ബാസ്കറ്റ്ബോൾ ടീമിൽ. കേട്ടില്ല. ഇത് കൊള്ളാല്ലേ, നല്ല റൗണ്ട്. കേക്കത്തില്ല, അതറിയാം. എന്താ ഇത്? വിളിച്ചോ. അപ്പുറത്തെ പറമ്പിലേക്ക് പോയിരിക്കുകയാണ് ബോള്. പിന്നെ ബോള് ചോദിച്ചാ മാത്രമല്ല, ഒരു മാങ്ങ വീണിട്ടുണ്ട്. വാ. ശരിക്കും ആ അത് ലാഭമല്ലോ. അജി ചേട്ടാ, ആ. നമ്മൾ ഫുഡ് കഴിച്ചു, ഉം. ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. അതെ, ഞങ്ങൾ ഇറങ്ങുക. ഇനി അങ്ങോട്ട് ഇറങ്ങുക. ഉം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. പിന്നെ ഉറപ്പായിട്ടും. നമ്മളിത് എവിടാന്നൊക്കെ അവർക്ക് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. ഉറപ്പായിട്ടും. ഇത് കാണുമ്പോൾ എന്തായാലും അവർക്ക് വരാൻ തോന്നും. കാര്യം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഇതാ വേണ്ടത്. സമാധാനമായിട്ട് വന്ന് ഇങ്ങനെ ഒന്ന് ചില്ല് ചെയ്യുക. അത് എല്ലാവരുടെ ലൈഫിലും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ, അപ്പം മറക്കണ്ട. ഇത് ഒന്നുകിൽ നമുക്ക് മറൈൻ ഡ്രൈവിൽ നിന്ന് വരാം, മറൈൻ ഡ്രൈവിൽ നിന്ന് ഐലൻഡ് ഡി കൊച്ചിനിലേക്ക് വരാം, അതല്ലെങ്കിൽ മുളവുകാട് നിന്നും ഐലൻഡ് ഡി കൊച്ചിനിലേക്ക് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആംബിയൻസ് എല്ലാം ഉറപ്പായിട്ടും മസ്റ്റ് ട്രൈ ആണ്. ഒരു തവണയെങ്കിലും നിങ്ങളത് ആസ്വദിക്കുക. ഒരു തവണ ആസ്വദിച്ചവർ തീർച്ചയായും മറ്റൊരാളോട് പറയുകയും ചെയ്യും. ജെന്യൂനായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലം അങ്ങോട്ട് ചലിക്കാം. പക്ഷേ ഞങ്ങൾ വീണ്ടും വരും, ആൾക്കാരെ കൂട്ടി വരും. യെസ്. അപ്പോൾ സൈനിങ് ഓഫ്, വിനിഷ ആൻഡ് അജീഷ്. ബൈ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.